സ്നേഹത്തിന്റെ ഭാഷയല്ല പറഞ്ഞ. ഞാൻ 10 മിനിറ്റ് ഞാൻ സ്നേഹത്തിന്റെ കടലല്ല. അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ പറയുന്നയാളാണ്, ഞാൻ വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചയാളാണ്, ഞാൻ വളരെ മോശക്കാരനാണ്, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശ്ശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ്, നിങ്ങൾ ജാഗ്രത പാലിക്കണം, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് മാത്രമല്ല, അത് വർഗീയതയല്ല, ഫാക്ടാണ്. ഞാൻ മാറ്റി പറഞ്ഞില്ല എന്ന് നിങ്ങളെ. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ, പരമത വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലത്ത് രക്ഷപ്പെട്ടു വന്നിരിക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടിന് പാലക്കാട് ജനത അംഗീകാരം നൽകി. തന്നെ പോലത്തെ ഒട്ടക ഗോപാലകൃഷ്ണനാണോ കേട്ട് കാണുമല്ലോ, അവിടെ ഒട്ടകം ഗോപാലൻ. പുള്ളിയെ ചുമ്മാ അല്ലേ ഒട്ടകം ഗോപാലൻ എന്ന് വിളിക്കുന്നത്. വർഗീയത ഇതുപോലെ വിളമ്പുന്ന BJP-യിലെ കുറച്ച് നേതാക്കളുണ്ട്. ഇങ്ങനെ വർഗീയ വിഷം മാത്രം കുത്തിവെക്കാനും വർഗീയത മാത്രം മനസ്സിൽ ചിന്തിക്കുന്നതുമായ ആൾക്കാർ. അതിൽ ഒരാളാണ് ഈ ഒട്ടകം ഗോപാലൻ. ഒട്ടകം ഗോപാലിനെ എടുത്തിട്ട് അമ്മാനെ മാറ്റി സന്ദീപ് വാര്യറും റിജിൽ മാങ്കുറ്റിയും. എന്തായാലും ഇഷ്ടപ്പെട്ടു ഒട്ടകം ഗോപാലിനെ. അവസാനം റിജിൽ മാങ്കുറ്റി ഇതിനകത്ത് ഒട്ടകം ഗോപാലൻ എന്ന് തന്നെ അഭിസംബോധന ചെയ്ത് വിളിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ വിളിക്ക് അങ്ങേര് അർഹനാണ്, അങ്ങേര് അത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. വേറെ പറഞ്ഞില്ല, തൃശ്ശൂർ ഇലക്ഷൻ നടന്നപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞു കേട്ടില്ലേ, ഒരു കടയിൽ പോയി പറഞ്ഞത് മുസ്ലിങ്ങളുടെ കടകൾ ഇവിടെ പെരുകുന്നു, അത് ഒരു വർഗീയ രൂപത്തിൽ അത് അവിടെ അവതരിപ്പിച്ച് വോട്ട് നേടാൻ ശ്രമിച്ച ആളാണ് ഈ ഒട്ടകം ഗോപാലൻ. എന്നുവെച്ചാൽ വർഗീയ വിഷം എങ്ങനെ കുത്തിവെക്കണം, എവിടെ കുത്തിവെക്കണം എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആള്. പക്ഷേ ഇവരെ ഇപ്പം ഒട്ടകം ഗോപാലിന്റെ സ്വഭാവം ഏകദേശം പലർക്കും മനസ്സിലായി കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ട് ഒരാളെ കാണിച്ചപ്പോഴേ കഴിഞ്ഞ ദിവസം ഒരാളെ എടുത്ത് പറഞ്ഞതാണ്, ഇങ്ങേരെന്തോ മനുഷ്യനാണ്, ഞാൻ നേരത്തെ ഒക്കെ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ഇഷ്ടമേ അല്ല എന്ന്. ഈ പറയുന്ന പോലെ വർഗീയത, ഇവർ ഈ പറയുന്ന പോലെ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഒന്നും അല്ല പറഞ്ഞത്, പക്ക നല്ല ഹിന്ദുക്കളുണ്ട്. ഈ ചർച്ചകളൊക്കെ കേൾക്കുന്നവരും വിലയിരുത്തുന്നവരുമായ ഹിന്ദുക്കളുണ്ട്. അവർ പറഞ്ഞതാണ് ഇതുപോലെ വർഗീയത വിഷം ഉള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്ന്. സന്ദീപ് വാര്യർ ഒരു കോൺഗ്രസിലേക്ക് വന്നതോടുകൂടി BJP-യിൽ അവർക്ക് എന്തു പറ്റിയെന്ന് അറിയത്തില്ല. BJP-യിലെ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ, ഇപ്പൊ സുരേന്ദ്രൻ ഉൾപ്പെടെ കിളി പോയതുപോലെയാണ് നടക്കുന്നത്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് പിന്നാണ് ഇവരുടെ എല്ലാം കൂടുതലും കിളികൾ പോയേക്കുന്നത്. ഈ ഒട്ടകം ഗോപാലിന്റെ ആണെങ്കിലും സുരേന്ദ്രന്റെ ആണെങ്കിലും മിക്കവരുടെയും കിളി പോയത് ഈ ഒരു ഇത് ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് കാരണം ഇവരുടെ പല രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ട് സന്ദീപ് വാര്യർ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും എടുത്ത് വീശുമോ എന്തെങ്കിലും എടുത്ത് പറയുമോ എന്ന് ഇവർക്കെല്ലാം പേടിയുണ്ട്. ആ പേടിയുടെ അടിസ്ഥാനത്തിലാണല്ലോ സുരേന്ദ്രൻ ഇപ്പൊ ഭീഷണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാണുന്നിടത്തെല്ലാം ഭീഷണിയാണ്. സുരേന്ദ്രന്റെ വിചാരം ഇതെന്താ നോർത്ത് ഇന്ത്യ ആണെന്ന. നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാണല്ലോ ഓരോരുത്തരെയും കയ്യിൽ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അവരെ വിദ്വേഷ പ്രചരണത്തിലൂടെ അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ വിലപ്പോകുമെന്നാണ് സുരേന്ദ്രൻജിയുടെയും ഒട്ടകൻജിയുടെയും ഒക്കെ വിചാരം. അത് നടക്കത്തില്ല എന്നുള്ളത് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് കേരളമാണ്. ഇവിടെ കുറഞ്ഞു വന്ന കുറച്ച് വർഗീയവാദികളെ കാണത്തുള്ളൂ. ഇപ്പൊ 100% എടുത്താൽ ഒരു 10% കാണത്തുള്ളൂ. ബാക്കി 90% പേരും മതേതരവാദികളാണ്. എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന് വിചാരിക്കുന്നവരാണ്, സ്നേഹത്തോടെ കഴിയണമെന്ന് വിചാരിക്കുന്നവരാണ്. പാലക്കാട് തോൽവി ഇവർക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് BJP-യുടെ തോൽവി. BJP അതിന് പല ന്യായീകരണങ്ങൾ നൽകുന്നുണ്ട്. CPM അതുപോലെ തന്നെ BJP-യും CPM-ഉം കൂടെ ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ അത് കോൺഗ്രസിന് SDP-യിൽ നിന്ന് കൂട്ടിയ വോട്ടാണോ മറ്റേതാണോ മറിച്ചതാണോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും തോൽവി അംഗീകരിക്കാൻ ഇവരാരും റെഡിയല്ല. ന്യായീകരിച്ച് ഒരു പരുവത്തിലായിരിക്കുക. ന്യായീകരിക്കും തോറും ബൂമറാങ് പോലെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ പാലക്കാട് തോറ്റു കഴിഞ്ഞാൽ തീർത്തുകളയും, കോൺഗ്രസ് തീർന്നു, VD സതീശൻ തീർന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാരാണ്. അപ്പൊ പിന്നെ കോൺഗ്രസിന്റെ വിജയം അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിന്റെ മേലൊരു ചർച്ച വന്നപ്പോൾ ഒട്ടകം ഗോപാലും റിജിൽ മാങ്കുറ്റിയും തമ്മിൽ നല്ലൊരു പോരിയ യുദ്ധം നടന്നു. അതിനകത്ത് ഒട്ടകം ഗോപാലൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. പാകിസ്ഥാന്റെ ചാരൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് റിജിൽ മാങ്കുറ്റിയെ. അപ്പം വർഗീയത അത്രമാത്രം ഒരു പേരിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് മാത്രം വർഗീയത അത്രയും വെച്ച് പുലർത്തുന്ന ആളാണ് ഇതെന്ന് മനസ്സിലാക്കാൻ വേറെ ഒന്നും വേണ്ട. ഏതായാലും നമുക്ക് ആ ചർച്ചയിലേക്കൊന്ന് പോകാം.
അതുപോലെ ഈ വീഡിയോയിൽ സുരേന്ദ്രനും കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒട്ടകം ഗോപാലിനും കൊടുക്കേണ്ടത് അതിന്റെ കൂടുതൽ കൊടുക്കുന്നുണ്ട്. അത്രമാത്രം വർഗീയത ഒരു പേരിലോ അല്ലെങ്കിൽ ഒരു സമുദായത്തോടോ ഒരു സമൂഹത്തോടോ കാണിക്കുന്ന അത്രയും വർഗീയത വിഷം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണ്. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. അല്ല ശ്രീ അഭിലാഷേ, ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ആദ്യം ശ്രീ BJP വക്താവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അത് കോൺഗ്രസിന്റെ വേരിറക്കും എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ യഥാർത്ഥത്തിൽ BJP വക്താവോ അല്ലെങ്കിൽ സുരേന്ദ്രനോ അതിനൊപ്പം നരേന്ദ്രമോദിയോ വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ കോൺഗ്രസ് സാധിക്കില്ല. അങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരത് എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാജ്യത്ത് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിറയറ്റീവിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തി തന്നെ കോൺഗ്രസ് മുമ്പോട്ട് വരുന്നുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചില സ്ഥലത്ത് പരാജയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ കോൺഗ്രസിനെ അങ്ങ് ഉമ്മാക്കി കാണിച്ച് ഇല്ലാതാക്കാൻ ഗോപാലകൃഷ്ണനല്ല അതിന്റെ മൂത്താപ്പ് വന്നാലും നടക്കില്ല. അതവിടെ വെച്ചേക്കത് മനസ്സിലിരുന്നാൽ മതി. അത് നടക്കുന്ന കാര്യമില്ല. ഒന്ന് പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ കഴിഞ്ഞ ഈ പാലക്കാട് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിനകത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പശുവിനെ വെട്ടി. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ കോഴിയെ തിന്നുന്നവർക്ക് കോഴിയെ തിന്നാം, പോത്തിനെ തിന്നവർക്ക് പോത്തിനെ തിന്നാം, അതോടൊപ്പം തന്നെ പന്നിയെ തിന്നവർക്ക് പന്നിയെ തിന്നാം, ഒട്ടകത്തെ തിന്നവർക്ക് ഒട്ടകത്തെ തിന്നാം. നിങ്ങൾ ഇന്നേ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ഒരു മനുഷ്യന്മാരെ കൊല്ലാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളെ കൊല്ലുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം മൂലിക്കൂട്ടനെ അറുത്തുകൊണ്ട് സമരം നടത്തി എന്നുള്ള സത്യമാണ്. സ്വാഭാവികമായി ആ സമരത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരാളാണ് ഞാൻ. അതിന്റെ പേരിൽ ഈ പാലക്കാട് സുരേന്ദ്രന്റെ ഏറ്റവും വലിയ ക്യാമ്പയിൻ, പശുവിനെ വെട്ടിയവൻ, പശുവിനെ അറുത്ത് മാംസം കൊടുത്തവൻ രാഹുൽ മാങ്കൂട്ടൻ. ഞാനും ഗുരുവായൂർ അമ്പലത്തിൽ ക്ഷേത്ര ദർശനത്തിന് പോയപ്പോൾ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ റിജിൽ മാക്കുറ്റി എന്ന് പറയുന്ന പശുവിനെ വെട്ടിയവന്റെ കൂടെയാണ് ഇവൻ ഈ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അഗ്രഹാരങ്ങളിൽ വീടുകളിൽ നേരിട്ട് പോയതാരാന്നറിയോ? ഈ പറയുന്ന സുരേന്ദ്രനായിരുന്നു. BJPയുടെ വക്താക്കന്മാരായിരുന്നു. ചാനൽ ചർച്ചകൾ മുഴുവൻ അവർ പറഞ്ഞൊരു കാര്യമായിരുന്നു, അഗ്രഹാരങ്ങളിലെ ബ്രാഹ്മണന്മാരായിരിക്കുന്ന ആളുകൾ പോലും ആ കാര്യം കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ വസ്തുത എന്താണ്? എന്നെ തീവ്രവാദി എന്നാണ് സുരേന്ദ്രൻ വിളിച്ചത്. അപ്പോ കള്ളപ്പണം നടത്തി രാജ്യദ്രോഹം നടത്തി യഥാർത്ഥത്തിൽ തീവ്രവാദിയും രാജ്യദ്രോഹം സുരേന്ദ്രനാണ് എന്ന് പാലക്കാട്ടിലുള്ള ജനങ്ങൾ കണ്ടതുകൊണ്ടാണല്ലോ ഈ വലിയ രൂപത്തിൽ പരാജയം ഉണ്ടായത്. ഇവിടെ കൃഷ്ണകുമാർ ജയിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് വീട്ടിൽ പോയിരിക്കണം, രാജിവെക്കണം എന്നാ പറഞ്ഞത്. ഞങ്ങളുടെ താമര വിരിയും എന്നാ പറഞ്ഞത്. എന്നാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് വിശ്വനാഥ സ്വാമികളുടെ പാലക്കാട് താമര വിരിയാൻ പോകുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവരാ. എന്നിട്ട് എന്തേ പാലക്കാട്ടിലെ ജനങ്ങൾ, അവിടുത്തെ മതനിരപേക്ഷവാദികൾ നിങ്ങൾക്കെതിരായി ചിന്തിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സുരേന്ദ്രൻ ഭയങ്കര വാക്കുകളൊക്കെ ഉപയോഗിക്കും. അതും കൂടുതലും RSS BJP ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ കേൾപ്പിക്കാനൊന്നുമില്ല. അവരുടെ വോട്ടുകൾ അവർ സേഫാക്കാൻ വേണ്ടിയിട്ട് ഡയലോഗ്സ് ഒക്കെ ഒരുപാട് വിടും. താനത്തെ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞാണ് നടക്കുന്നത്. കേരളത്തിൽ ആകെ ഒരു സീറ്റ് MP സീറ്റ് ഉള്ളത് അത് സുരേഷ് ഗോപി. അത് ജയിച്ചത് പാർട്ടിയുടെ ബേസിലല്ല എന്നുള്ളത് ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അല്ലാതെ ഒരു സീറ്റ് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു നേതാവാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടിരിക്കുന്ന സുരേന്ദ്രൻ. പക്ഷേ സംസാരിക്കുന്നതും പ്രവൃത്തിയൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇവിടുത്തെ ഭരണം അവരുടേതാണെന്ന്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരു 10-30 സീറ്റ് വാങ്ങിച്ച ഒരു പാർട്ടിയുടെ ആളാണ് സംസാരിക്കുന്നത് എന്ന്. അതുപോലെ ഇതിനകത്ത് പറയുന്നുണ്ട്, പാലക്കാടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണ് കള്ളത്തരം കാണിച്ചത്. കൊൽപ്പണക്കേസ് നമുക്കറിയാം. അതുപോലെ വർഗീയത വിഷം ചീറ്റുന്നത് ആരാണെന്നറിയാം. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ നല്ലൊരു വിധി എഴുതി കോൺഗ്രസിനെ അവിടെ ജയിപ്പിച്ചു. പക്ഷെ അതിപ്പോഴും UDFനെ അവിടെ ജയിപ്പിച്ചു. പക്ഷെ അതിപ്പോഴും അംഗീകരിക്കാൻ കഴിയാതെ കിടന്ന് കരച്ചിലാണ്. സുരേന്ദ്രൻ ഒരു സൈഡിൽ കൂടെ കരയുന്നു, ഒട്ടകം ഗോപാലൻ വേറൊരു സൈഡിൽ കൂടെ കരയുന്നു. ശോഭാ സുരേന്ദ്രൻ പിന്നെ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് കരയണോ ചിരിക്കണോ എന്നറിയാതെ ഇങ്ങനെ പോകുന്നു. അങ്ങനെയൊക്കെയാണ് BJPയുടെ അവസ്ഥ. ദയനീയമാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഗ്രൂപ്പിന്റെ മേളിൽ ഗ്രൂപ്പ് അടി, ഇതൊക്കെയാണ് നടക്കുന്നത്. എന്തായാലും ഒട്ടകം ഗോപാലനും റിജിൽ മാങ്കുറ്റിയും തമ്മിലുള്ള അടിയുടെ ഹൈലൈറ്റ്സ്. സെക്കൻഡ് വേണ്ടോ എനിക്ക്? ഒരു സെക്കൻഡ്. വാസ്തവത്തിൽ ഒരൊറ്റ സെക്കൻഡിൽ ഞാൻ തീർക്കാം. കാരണം ഞാൻ പോവാണല്ലോ. വാസ്തവത്തിൽ എനിക്ക് ഈ ചർച്ചയിൽ ഏറ്റവും ദുഃഖകരവും വെറുപ്പും തോന്നിയത് ഒരു പശുക്കുട്ടിയെ റോട്ടിൽ അറുത്ത മനുഷ്യൻ അതിനെ ന്യായീകരിക്കുക. ഇത്ര നികൃഷ്ടമായ ഞാൻ ഈ ചർച്ചക്ക് വരില്ലായിരുന്നു. ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഞാൻ ഈ ചർച്ചക്ക് വരില്ലായിരുന്നു. ഇതുപോലത്തെ നീചനും ഇതുപോലെ ആളുകൾ തമ്മിലടിപ്പിക്കുകയും വർഗീയത പറയുകയും കൊള്ളക്കാരൻ ഈ നാട്ടിന്റെ ജനങ്ങളുടെ മനസ്സിനകത്ത് വർഗീയത പറയുന്ന വെറുപ്പ് പറയുന്ന തന്നെ പോലെയുള്ള
പശുവും പശുക്കുട്ടിയൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. തന്നെ പോലെ നീചനും നികഷ്ടനുമായ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അവലോകനം ചെയ്യാണ് ഇപ്പോ. അപമാനാണ് ഇത് ഇങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ട് കാര്യമില്ല. നമുക്ക് ഈ ഇതിന്റെ കണ്ടന്റിൽ ഇതിന്റെ വസ്തുതയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവസാനിപ്പിക്കും. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഞാൻ ചോദിക്കട്ടെ, പശു തനിക്ക് മാത്രമാണോ? പശുവിനെ കൊല്ലരുത് എന്ന് താനേടിയ പഠിച്ചിട്ട് പശുവിനെ ഞാൻ വെല്ലുവിളിക്കാം. പശുവിനെ കൊല്ലാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടോ? ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ടോ? മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ടോ? നാണുണ്ടോ? പോയി മഹാഭാരതം പോയി മനുസ്മൃതി നമ്മളൊരു ഇലക്ഷൻ അവലോകനം ചെയ്യണം. നമ്മളൊരു ഇലക്ഷൻ അവലോകനം ഇലക്ഷന്റെ സമയത്ത് ചില വൈകാരിക വിഷയങ്ങൾ ഉന്നയിക്കുന്നത് മനസ്സിലാക്കാം. ഇതൊക്കെ കഴിഞ്ഞല്ലോ. ഇതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ? നമുക്ക് ഈ പോസ്റ്റ് ഇലക്ഷൻ സെനാരിയോയിൽ എന്തെങ്കിലും പറയാനുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഹിന്ദുക്കളാണെന്ന് ഈ ഗോപാലകൃഷ്ണനെ പോലെ വ്യാജന്മാരാണെന്ന് പാലക്കാട് മതനിരപേക്ഷവാദികൾ കണ്ടു. അതാ തോറ്റ് തൊപ്പിട്ടത്. താനുണ്ടായിരുന്നു, ഞാൻ വരില്ലായിരുന്നു ഈ ചർച്ചക്ക്. ഇയാൾ ഉണ്ടെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ചർച്ചക്ക്. ഇത്ര നികൃഷ്ടനായ പാകിസ്ഥാന്റെ അതിനകത്ത് ഒട്ടകം ഗോപാലൻ പറയുന്നുണ്ട്, താനുണ്ടായിരുന്നെങ്കിൽ ഈ ചർച്ചയ്ക്ക് ഞാൻ വരത്തില്ലായിരുന്നത്. ഒട്ടകം ഗോപാലൻ ഒരു ചർച്ചയിൽ ഏത് ചാനലും ആയിക്കോട്ടെ ചർച്ചയിൽ വന്നിരിക്കുന്നതേ വർഗീയത വിളമ്പാൻ മാത്രമാണ്. കാര്യങ്ങളിലേക്ക് എപ്പോൾ കടന്നാലും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഏത് ചർച്ച എടുത്താലും ഒന്നിൽ പാകിസ്ഥാനിലേക്ക് പോവും, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ തലയിൽ ചാരും. എന്നിട്ട് അവിടെ ചർച്ചയിൽ കിടന്ന് മുട്ടനടിയാണ്, എന്നിട്ട് ടേപ്പ് വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നുവെച്ചാൽ ട്രോളുകളുടെ ബഹളമാണ്. പിന്നെ മിക്കവാറും ഈ BJPയുടെ ഭാഗത്തുനിന്ന് വരുന്നവർക്കെല്ലാം 8ന്റെ പണിയാണ് കിട്ടുന്നത്. ട്രോളോട് ട്രോളാണ്. എന്നുവെച്ചാൽ പറയുന്നതും കേൾക്കുന്നതും തമ്മിൽ യാതൊരു സംബന്ധവും കാണത്തില്ല. ഇത് ഞാൻ ഒരുപാട് ചർച്ചകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിനകത്ത് BJPയുടെ കേൾക്കാറുണ്ട്, BJPക്കാർ വരാറുണ്ട്, CPMകാർ വരാറുണ്ട്, UDFകാർ വരാറുണ്ട്, മുസ്ലിം ലീഗുകാർ വരാറുണ്ട്, നിഷ്പക്ഷർ വരാറുണ്ട്, മാധ്യമപ്രവർത്തകർ വരാറുണ്ട്, പിന്നെ അനലൈസ് ചെയ്യുന്നവർ വരുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതുപോലെ വർഗീയത പറയുന്ന ഒരാളെ, ഈ ഒട്ടകം ഗോപാലൻ, അതിനാണ് ഈ പുള്ളിയെ ഒട്ടകം ഗോപാലൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ആരാണേലും വിളിച്ചു പോവും. ഒട്ടകം ഗോപാലൻ ഏത് ചാനലിലെ ഏത് ചർച്ചയ്ക്ക് വന്നിരുന്നാലും വർഗീയത വിളമ്പി തുപ്പിയിട്ടേ പോകത്തുള്ളൂ. എന്നിട്ട് അതിന്റെ പേരിൽ എയറിൽ കയറുക എന്നുള്ളതാണ് മിക്ക BJPക്കാരുടെയും അവസ്ഥ. ഈ ഇങ്ങനെ വർഗീയത വിളമ്പുന്നത് ഇത് ഈ കേരളത്തിൽ നടക്കത്തില്ലെന്ന് ഇവർക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇവരിപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാക്കി മാറ്റാമെന്നാണ്. അങ്ങനെ കേൾക്കുന്നവരുണ്ടാകാം. ചില പ്രദേശങ്ങളിൽ ഇത്ര ശതമാനം ഉണ്ടാകാം. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ മൊത്തം എടുക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബുദ്ധിയും വിവരവും ഉള്ളതാണ്. ഇവർ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അതുകൊണ്ടാണ് പാലക്കാട് BJPയും CPMും ഒരുമിച്ച് നിന്ന് വർഗീയത തള്ളിയിട്ട് പോലും ഒന്നും ഏക്കാതെ അവിടെ UDFന്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പോയത്. ആ വിജയിച്ചത് പോലും ഇവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ ചർച്ചകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എവിടെ ഏത് ചാനലിലെ ഏത് ചർച്ചയിലും അവർ ഏറ്റവും കൂടുതൽ ആ വിജയം UDFന്റെ ആ വിജയം ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഇവർ രണ്ടുപേരും അതുമായിട്ട് സംബന്ധമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്നൊരു SDPI എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് ഇത്രയും വോട്ടുണ്ടായിരുന്നു, മറ്റുള്ള പാർട്ടിക്ക് ഇത്രയും, ജമാഅത്ത് ഇസ്ലാമിക്ക് ഇത്രയും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമുക്കെല്ലാവർക്കും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇവർക്കെല്ലാം അവിടെ എത്രമാത്രം വോട്ടുണ്ടെന്ന്. ഇത്രമായ തുച്ഛമായ വോട്ടുകളുള്ള ആൾക്കാരാണ്. പാലക്കാട് ശ്രീധരൻ നിന്നപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വോട്ട്, മെട്രോമാൻ നിന്നപ്പം ഇത്രയും വോട്ട് നിങ്ങൾക്ക് കിട്ടിയല്ലോ. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇത്രയും കുറഞ്ഞു? മെട്രോമാൻ നിന്നപ്പോൾ കിട്ടിയ വോട്ട് പോലും ഇപ്പോൾ നിന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ല. അപ്പം തന്നെ ചിന്തിച്ചാൽ പോരാ. അപ്പം ഈ മെട്രോമാനെ വോട്ട് ചെയ്തവരെല്ലാം SDPക്കാരും ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾക്കാരുമാണോ? ഇതെല്ലാം ചുമ്മാ വാക്കിന് വേണ്ടിയും വർഗീയതയ്ക്ക് വേണ്ടിയും പറഞ്ഞ് തള്ളുന്ന കാര്യങ്ങൾ. എന്തായാലും ഒട്ടകം ഗോപാലൻ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടു. സന്ദീപ് വാര്യറും ശരിക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിജിൽ മാങ്കുറ്റിയും ശരിക്കും ഒട്ടകം ഗോപാലിനെ ഇട്ട് ഉരുട്ടിയിട്ടുണ്ട്. അതിൽ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.